നരകത്തെക്കുറിച്ച് ഖുറാനിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അതായത് അതിൻ്റെ മുകളിൽ നിന്നൊരു കല്ല്, ഒരു വലിയൊരു കുഴിയാണ്, കുഴിയിൽ മൊത്തം തീയാണ്, കുഴിമന്തി എന്ന് പറയുന്നോളം തീയാണ്. അപ്പോൾ അതിന് മുകളിൽ നിന്നൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അത് താഴെ വരാനായിട്ട് 70 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. കല്ലിങ്ങനെ സഞ്ചരിക്കുകയാണ്, 40 ദിവസമായി. അല്ല, പിന്നെ ഇസ്ലാമിക് സ്വർഗത്തെക്കുറിച്ച് പറയുന്നല്ലേ, ഇത്ര 120 കിലോമീറ്റർ നീളമുള്ള മുറി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒന്നുമല്ല അതിൻ്റെ മുന്നിൽ. ഓക്കെ, റൈറ്റ്. രവിചന്ദ്രൻ സാറിനോട് ഒരു റിക്വസ്റ്റ്. നമ്മളിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള ജനവിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അതിനൊരു സ്പേസ് വേണ്ടേ? അതെത്ര വലുതായിരിക്കുമെന്ന് ആദ്യം ഒരു കാൽക്കുലേഷൻ നടത്താം. അങ്ങനെ ഇരിക്കെ ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ അവസാനിക്കുന്ന കാലം വരെ വന്നു പോകുന്നതായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ തക്ക വിധം പര്യാപ്തമായ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് മഹ്ശറ. അവിടെ നിന്ന് വിചാരണ നേരിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന ജനങ്ങൾ നരകവും സ്വർഗവും അവരെ ഉൾക്കൊള്ളാൻ മാത്രം എത്ര വലുതായിരിക്കണമെന്ന് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 70 ദിവസത്തതോ 70 കൊല്ലത്തതോ കല്ല് വീഴണമെങ്കിൽ ഉള്ളത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കിലോമീറ്ററുകൾ നീളമുള്ള റൂമോ പുഴയോ ഒക്കെ മനസ്സിലാവും. ISR 2023 പറഞ്ഞു ഒരു ചിഹ്നഗ്രഹം ഭൂമിയുടെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അത് ചെറുതായിട്ട് പോവുള്ളൂ. അങ്ങനെ ഭൂമിയുടെ അവിടെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നങ്ങൾ, പല ഗ്രഹങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവാതിരിക്കട്ടെ, ഡാമേജ് ആവാതിരിക്കട്ടെ പറഞ്ഞ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന സയൻസ് കേവലം പറയുന്ന കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും തിരുത്താവുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. ഇന്ന് പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് തെറ്റുപറ്റി അപ്പം തിരുത്തി മാറ്റി എഴുതും. ഖുർആൻ അങ്ങനെയല്ല. കാലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഖുർആനിൽ നിന്നും പുലർന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥാനത്ത് സയൻസ് എപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്ന സയൻസിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ പോയി തിരിച്ചു വരണമെങ്കിൽ എത്ര കാലം സയൻസ് വെച്ച് നിങ്ങളൊന്ന് കണക്കൂട്ടുക, എത്ര കാലം എടുക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവാണ് പറയുന്നത്, ഒരു ലോകമല്ല എന്നും അതിൽ നിന്ന് നമുക്കൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ ഈ ലോകങ്ങളുടെ രക്ഷിതാവിന് ഈ ലോകത്തുള്ള ജനവിഭാഗത്തെ മറ്റെന്തോ ആവട്ടെ എല്ലാ സംഗതികളെയും ഒരുമിച്ച് കൂട്ടാൻ ഒരു പ്ലാറ്റ്ഫോമും അതിന് സ്വർഗ നരകവും ആകുമ്പോൾ ഈ നരകത്തിന് എത്ര വലിപ്പം വേണം? സാറിന് ഇത് ചിന്തിച്ചാൽ പോരെ?